ഇന്ന് നല്ലൊരു അടിപൊളി ഡിഷായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ 3 പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, പഞ്ചസാര, 2 ടീസ്പൂൺ പാൽപ്പൊടി, 3 കോഴിമുട്ട, ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു നുള്ള് ഉപ്പും. ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് പാന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കും. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കും. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് മാറ്റി വെക്കാം. ആ പാനിൽ തന്നെ നമുക്ക് ഒരിത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പഴം വാട്ടിയെടുക്കാം. നാളെ നമ്മൾ ഇതുപോലെ ഒരു പഴക്കേക്ക് ഉണ്ടാക്കിയിരുന്നു. നമുക്ക് അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കാണാം. അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളകിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മൾ പഴതാ വാട്ടി വെച്ചിട്ട് നമ്മൾ തീ ഓഫാക്കുകയാണ്. പഴം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടാറുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. പഴം ചൂടാറുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്ക് 3 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെക്കാം. ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. അതുപോലെ നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് ഈ കൂട്ടിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളെ പഴം ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ലേശം നെയ്യ് നമുക്കൊന്ന് ഉറ്റിച്ച് കൊടുക്കാം. കുറച്ച് മതി. അതുകൊണ്ട് നെയ്യ് നമുക്ക് എല്ലായിടത്തും വന്നിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കാം. കൂട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ പാനിലേക്ക് കൂട്ട്
ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് അടച്ച് വെച്ച് നമ്മളൊരു മൂടി വെച്ച് നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്കൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു തട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ്റെ ചോട്ടിൽ. അപ്പം നമുക്കൊരു 20 മിനിറ്റ് ആവണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റായി നമ്മൾ ഈ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അവിടെ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്താൻ ആരും മറന്നു പോകരുത്. പുതിയ വീഡിയോയിൽ വീണ്ടും വരാം. ബൈ ബൈ.